ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിലെ സർവവസ്തുക്കളും പൂജനീയമാണ്. എല്ലാം ആദരിക്കപ്പെടേണ്ടതാണ്. കാരണം എന്താണ്? എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത് സർവേശ്വരനാണ്. ആ സർവേശ്വര ഭാവത്തെ കണ്ടുകൊണ്ട് വേണം പ്രപഞ്ച വസ്തുക്കളെ എല്ലാം നമ്മൾ സമീപിക്കാൻ. അതിനാൽ ആ ഭാവത്തോടു കൂടി നാം ഓരോ വസ്തുക്കളെയും കാണേണ്ടതാണ്. അതുകൊണ്ടൊരു കവി പറയുകയാണ്, പൂജനീയമാണ് സർവവും നീചകൃത്യമാചരിക്വല ശ്രീപദാംബുജം ഭജിക്കുകൾ ജീവിതം വസന്തശോഭനം. പൂജനീയമാണ് സർവവും. ഈ പ്രപഞ്ചത്തിലെ സർവവസ്തുക്കളും പൂജനീയമാണ്, പൂജിക്കപ്പെടേണ്ടവയാണ്. എന്നാൽ നീചകൃത്യമാചരിക്വല, തെറ്റായ പ്രവൃത്തികൾ, ദുഷ്കർമ്മങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. എന്താണ് ദുഷ്കർമ്മങ്ങൾ? തനിക്കും മറ്റുള്ളവർക്കും ദുഃഖത്തെ ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ ഒരിക്കലും നാം ചെയ്യരുത്. അത്തരത്തിലുള്ള കർമ്മങ്ങൾക്കാണ് നീചകർമ്മം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നീചകർമ്മം എന്ന് പറയുന്നു. അതൊരിക്കലും നമ്മൾ ചെയ്യരുത്. എവിടെ അത്തരം ചിന്തകൾ വരുന്നുവോ അപ്പോൾ ആ ചിന്തകളെ നമ്മൾ നിർവീര്യമാക്കണം. അതിന് സജ്ജനങ്ങളുടെ സഹവാസം നമുക്ക് കൂടിയേ കഴിയൂ. മഹത്തുക്കളുടെ സാന്നിധ്യം ഉണ്ടായാൽ നാം ഒരിക്കലും തെറ്റിലേക്ക് വഴുതി വീഴുകയില്ല. പൂജനീയമാണ് സർവവും നീചകൃത്യമാചരിക്വല ശ്രീപദാംബുജം ഭജിക്കുകിൽ. ഭഗവാന്റെ പാദപത്മങ്ങളെ നാം നിരന്തരം നിത്യവും നിരന്തരം ഭജിക്കുകയാണെങ്കിൽ ജീവിതം വസന്തശോഭനം. ജീവിതം വസന്തകാലത്തെ അന്തരീക്ഷം പോലെ ഏറ്റവും ശോഭനമായിത്തീരും. അതിനാൽ നമ്മുടെ ജീവിതം വസന്തം പോലെ ശോഭിക്കണമെങ്കിൽ നാം നീചകൃത്യങ്ങൾ ആചരിക്കരുത്. സർവത്തിനെയും പൂജനീയമായി കാണണം. എല്ലാത്തിനെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. അപ്പോൾ മാത്രമേ എല്ലാം പൂജനീയമാണ് എന്ന ബോധം നമുക്കുണ്ടാവുകയുള്ളൂ. പൂജനീയമാണ് സർവവും. എല്ലാം പൂജനീയമാണ്. പൂജനീയമാണ് സർവവും നീചകൃത്യം ആചരിക്കല. എല്ലാവരെയും നമ്മൾ പൂജനായി കാണുകയും നീചകർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ പൂജ്യത കൊണ്ട് ഒരു പ്രയോജനവുമില്ല. പൂജനീയമാണ് സർവവും നീചകൃത്യമാചരിക്വല ശ്രീപദാംബുജം ഭജിക്കുകൾ. ശ്രീപദം നമ്മൾ, ഭഗവത് പദം നമ്മൾ ഭജിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ദുഃഖാവസ്ഥ കൈവരില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതം വസന്തശോഭനമായിത്തീരും. അപ്രകാരം വസന്തശോഭനമായി തീരണമെങ്കിൽ നാം ഭഗവത് പദം ഭജിക്കുക തന്നെ വേണം. ഭഗവത് പദം ഭജിക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതം ശോഭനമായി തീരുകയുള്ളൂ. ഈ സുഭാഷിത രത്നം നമ്മൾ നിരന്തരം മനനം ചെയ്ത് അപ്രകാരം നമ്മുടെ ഓരോ നിമിഷത്തെയും നാം വിനിയോഗിക്കാൻ അഭ്യസിക്കേണ്ടതാണ്. പൂജനീയമാണ് സർവവും നീചകൃത്യം ആചരിക്വല ശ്രീപദാംബുജം ഭജിക്കുകിൽ ജീവിതം വസന്തശോഭനം.